ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായത്തിൽ 13 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് ഇന്നത്തെ പ്രമേയം. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ സമൂഹത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദൈവസന്നിധിയിൽ ഏറെ സമയം ചെലവഴിച്ച തമ്പുരാൻ കർത്താവ് സമതലത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ശിഷ്യ സമൂഹത്തിൽ നിന്ന് 12 പേരെ പ്രധാന ശിഷ്യന്മാരായി അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് കണ്ടത്. അല്ലെങ്കിൽ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. തന്നോടുകൂടെ ആയിരിക്കാനും പിശാചുകളെ ബഹിഷ്കരിക്കാനും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെടാനും. കൂടെ ആയിരിക്കലാണ് ഒരു ശിഷ്യൻ്റെ ഏറ്റവും പ്രധാനമായ ദൗത്യം. ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ശിഷ്യൻ, ദൈവത്തിൻ്റെ സ്വന്തമാകുന്ന ശിഷ്യൻ. അന്ത്യത്താഴ്വേളയുടെ ചിത്രം കാണുമ്പോൾ നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ മടിയിൽ ഇരിക്കുന്നത് പോലെ ഏറ്റവും അടുത്ത് ഇരുന്ന ഒരു ശിഷ്യൻ. തമ്പുരാൻ 12 അപ്പസ്തോലന്മാരും അവിടുത്തെ ശിഷ്യ സമൂഹത്തിൻ്റെ ഒരു കോർ ഗ്രൂപ്പാണ്. എല്ലാ കാര്യങ്ങളും ഈശോ അവരുമായിട്ട് ആലോചിക്കുന്നു, ചർച്ച ചെയ്യുന്നു, ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. വചനത്തിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. എപ്പോഴും തൻ്റെ കൂടെ ആയിരിക്കാനാണ് അവിടുന്ന് ശിഷ്യരെ തിരഞ്ഞെടുത്തത്. ഈ ലോക ജീവിതത്തിൽ എന്തെല്ലാം വ്യഗ്രതകൾപ്പെട്ട് നമ്മൾ ഉഴറി നടന്നാലും ദൈവം ആഗ്രഹിക്കുന്ന ശിഷ്യത്വം അവൻ്റെ കൂടെ ആയിരിക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ ദേവാലയത്തിൽ തന്നെ മുഴുവൻ സമയം ചെലവഴിക്കണമെന്നല്ല. ഈശോയുടെ മിനിസ്ട്രി, അവിടുത്തെ ദൗത്യ നിർവഹണ മേഖല ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം മാത്രമായിരുന്നില്ല. അവിടുന്ന് ഏറെ സമയം വചനപ്രഘോഷണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഒരു സഞ്ചാരിയായി യൂദയാദേശത്ത് മുഴുവൻ അവിടുന്ന് ഓടി നടന്നു. യഥാർത്ഥത്തിൽ ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ളൊരു യാത്രയായിരുന്നല്ലോ യേശുവിൻ്റെ 3 വർഷക്കാലത്തെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. ആ യാത്രയുടെ ഒക്കെ കൂടെ ഈ ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. ഈശോയുടെ ഓരോ പ്രവൃത്തികളിലും അവൻ്റെ കൂടെ നടക്കുന്നവനായിരുന്നു ശിഷ്യൻ. പ്രിയപ്പെട്ടവരെ, നാം തമ്പുരാൻ്റെ കൂടെ ആണോ എന്ന് ഗൗരവത്തോടെ ഈ വചനത്തെ മുറുകെ പിടിച്ച് നമുക്ക് ചിന്തിക്കണം. എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അത് ചിന്തയിലും വ്യാപാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം തമ്പുരാൻ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്ത് തമ്പുരാൻ്റെ വഴികളിലൂടെ നടക്കാൻ, ധ്യാനത്തിന്, ആത്മവിചിന്തനത്തിന്, പ്രാർത്ഥനയ്ക്ക്, സാമൂഹ്യ സേവനത്തിന് ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. പക്ഷെ എല്ലാം ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനോട് കൂടെ. ക്രിസ്തുവിൽ നിന്ന് വേറിട്ട ഒരു വ്യത്യസ്ത വ്യക്തിത്വം എനിക്കില്ല. ഞാനെല്ലാം എൻ്റെ തമ്പുരാനെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവനാണ്. തമ്പുരാനാണ് എൻ്റെ എല്ലാം എന്ന വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് അവൻ്റെ കൂടെ നടക്കാനാണ് ഓരോ വിളിക്കപ്പെട്ടവൻ്റെയും ദൗത്യം. ആ ദൗത്യത്തിൻ്റെ നിർവഹണം കൃത്യമായി നിറവേറ്റാൻ നമുക്ക് ആഗ്രഹിക്കണം. സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെടുക എന്നത് ശിഷ്യന്മാർക്ക് ഈശോ കൊടുത്ത ദൗത്യമാണ്. കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഐക്യപ്പെടാൻ കൂടി സാധിക്കുക. ഈ ലോക ജീവിതത്തിൽ തമ്പുരാനെ പ്രഘോഷിക്കുക എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അതെൻ്റെ ഔദാര്യം കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ക്രിസ്തു സാക്ഷിയായിട്ട് തീരുന്നത് അവന് കർമ്മസാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പങ്കുവെച്ചുകൊണ്ടാണ്. അവൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കേണ്ടത് നമ്മളാലാകുന്ന രീതിയിലാണ്. നമുക്ക് ചുറ്റുമുള്ളൊരു ലോകം, നമുക്ക് ചുറ്റും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ,
അത് കുടുംബത്തിലാണ് എങ്കിൽ ജീവിത പങ്കാളിയും മക്കളുമായിരിക്കാം, അയൽവാസികളോട് ചേർന്നുള്ളൊരു ബന്ധമായിരിക്കാം. ഒരു ഇടവക എന്ന തലത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഇടവക സമൂഹത്തിലെ അംഗങ്ങൾ, ചുറ്റുവട്ടത്തിലുള്ള മറ്റ് ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ എല്ലാവരോടും രമ്യതയിൽ, എല്ലാവരോടും സ്നേഹത്തിൽ, എല്ലാവരോടും പരിഗണനയും സ്നേഹവും ആർദ്രതയും ഒക്കെ പകർന്നു കൊടുത്ത് സുവിശേഷ പ്രഘോഷണ ദൗത്യം നിറവേറ്റുന്നതാണ് നമുക്ക് സാധിക്കുക. പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകിയാണ് യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്, അയച്ചത് ഒക്കെ. തമ്പുരാൻ കർത്താവ് പലവട്ടം അശുദ്ധാത്മാക്കളെ പ്രിയജനത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. തൻ്റെ അടുക്കൽ വന്നവരൊക്കെ ആയിരുന്നവരെയൊക്കെ അവിടുന്ന് കൃത്യമായി പിശാചുക്കളെ അവരിൽ നിന്ന് ബഹിഷ്കരിച്ച് അവരെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുന്നുണ്ട്. പുരോഹിത്യ ജീവിതത്തിലും സന്യസ്ത ജീവിതത്തിലും ആത്മായ നേതൃശുശ്രൂഷയിലുമൊക്കെ ആയിരിക്കുന്നവരെയൊക്കെ അവിടുന്ന് ഈ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. ഒരു പുരോഹിതൻ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അസ്വസ്ഥതകളും വേദനകളും രോഗങ്ങളും പീഡനങ്ങളും ബന്ധനങ്ങളും ഒക്കെ അകന്നു പോകുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ. അവർ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അനുഗ്രഹം നമ്മളിൽ വന്ന് നിറയും. ആ അനുഗ്രഹത്തിന് ഞാൻ പാത്രീഭൂതനാകുന്നത് എൻ്റെ യോഗ്യതയുടെ കൂടെ പശ്ചാത്തലത്തിലാണ്. ഒരു യോഗ്യതയുമില്ലാതെ വെറുതെ ഒന്ന് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് നമ്മളെല്ലാം ആയെന്നല്ല അർത്ഥം വരുന്നത്. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, പാപത്തെയും പാപത്തിൻ്റെ ബന്ധനങ്ങളെയും അകറ്റി നിർത്തി തമ്പുരാൻ്റെ സ്വന്തമായി മാറാൻ ആഗ്രഹിക്കുമെങ്കിൽ, ഈ വൈദികരിലൂടെയൊക്കെ ഈശോയുടെ കൈവപ്പ് ശുശ്രൂഷ, ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ, ബന്ധനത്തിൻ്റെ, പൈശാചിക വിടുതലിൻ്റെ ഒക്കെ വലിയ മേഖലകളുണ്ട് എന്ന് നമുക്കറിയാം. പഴയ അമ്മച്ചിമാരൊക്കെ കുഞ്ഞുങ്ങൾ രാത്രി കടന്ന് കരയുമ്പോൾ, രാവിലെ ബഹളം വെക്കുമ്പോഴൊക്കെ ചെയ്തിരുന്നത് ഒന്നെങ്കിൽ വികാരിച്ചൻ വെഞ്ചരിച്ചു കൊടുത്ത ഹന്നാം വെള്ളം കൊച്ചിൻ്റെ നെറ്റിയിലെ കുരിശടയാളം വരയ്ക്കുന്നു, അല്ലെങ്കിൽ വെള്ളം വെച്ചിന് കുടിക്കാൻ കൊടുക്കുന്നു. അവനെ പ്രശ്നക്കാരനായിട്ട് അല്ലെങ്കിൽ വീണ്ടും അസ്വസ്ഥതയുള്ള കുഞ്ഞായിട്ടാണ് കാണുന്നത് എങ്കിൽ രാവിലെ കുർബാന കഴിയുമ്പോൾ വികാരിച്ചൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അച്ഛൻ ആ കുഞ്ഞിൻ്റെ നെറ്റിയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചൊരു കുരിശടയാളം വരച്ച് അവൻ്റെ പാപമേഖലകളൊക്കെ ബന്ധിച്ച് അവൻ്റെ ബന്ധനങ്ങൾ, പൈശാചിക ആവസമൊക്കെ വെഞ്ചരിച്ച് വിമോചിപ്പിച്ച് ബന്ധിച്ച് അവനെ സ്വതന്ത്രനാക്കുമ്പോൾ അന്ന് നമ്മുടെ മാതാപിതാക്കൾ അനുഭവിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തലം അതൊരു പക്ഷേ നമുക്ക് ഇന്ന് ബോധ്യമാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വൈദികരിലൂടെ, സന്യസ്തരിലൂടെ, തിരഞ്ഞെടുക്കപ്പെട്ട ആത്മായ പ്രഘോഷകരിലൂടെയൊക്കെ ദൈവം ഈ അത്ഭുതവും അടയാളവും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കൂടെ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അവൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് നമ്മൾ. ഒപ്പം പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരവും ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ബോധ്യത്തിൽ ജീവിക്കാൻ പൗരോഹിത്യ ശുശ്രൂഷയിലായിരിക്കും നല്ല വൈദികർക്കും സാധിക്കട്ടെ. സന്യസ്ത ജീവിതത്തിൽ ദൈവം തിരഞ്ഞെടുത്തുയർത്തിയ ഓരോ വ്യക്തിക്കും ഈ ഒരു അധികാരവും അവകാശമൊക്കെ ഈശോ തന്നിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ, ബോധ്യത്തോടെ ആ ശുശ്രൂഷ നിറവേറ്റാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക. ഒപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് ആത്മായ സഹോദരങ്ങളുണ്ട്. വചന പ്രഘോഷണ രംഗത്തുമൊക്കെ അത്ഭുതകരമായ ദർശനപരമുള്ളവർ, അത്ഭുതകരമായ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ, നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങൾ മാറിപ്പോകാനൊക്കെ ദൈവം അനേകരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഒരുക്കപ്പെട്ടവരോ മാറ്റി നിർത്തപ്പെട്ടവരോ ഒക്കെ ആണ് എന്ന തിരിച്ചറിവോടുകൂടി കൂടുതൽ ബോധ്യത്തോടെ അവൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലാത്തവർ തങ്ങൾക്ക് ലഭ്യമായ സാഹചര്യങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന വരദാനങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോയി ക്രിസ്തു സാക്ഷികളായിട്ട് തീരാൻ ആഗ്രഹിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ തുറക്കുന്ന ദിവസമാണ്. എല്ലാ കുഞ്ഞുമക്കൾക്കും പഠന മേഖലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭാവുകങ്ങളും നന്മകളും ദൈവാനുഗ്രഹവും ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാമെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.